പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം അത് അനുഭവിച്ചറിഞ്ഞതിൻ്റെ ഒരു ഇത് പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എനിക്ക് ബൈബിൾ വായനയുടെ കാര്യം എന്നോട് മൗലി പറഞ്ഞു, ചേച്ചി വായിക്കണം, ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടി ടെൻഷനായിരുന്നു. ഞാനങ്ങനെ വായിക്കും, എൻ്റെ വായന അങ്ങനെ എല്ലാവരും സ്വീകരിക്കും, അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അന്നേരം മോളി പറഞ്ഞ്, ചേച്ചി വായിച്ചോ, ഒരു കുഴപ്പമില്ല, ഈശോ കൂടെയുണ്ട്, വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യം ഓഫ്ലൈനാണ് കിട്ടിയത് വായിക്കാനായിട്ട്. പിന്നെ ഞാനത് ഓഫ്ലൈൻ വായിച്ചു. പിന്നെ എനിക്ക് ഓൺലൈനിൽ ഹിന്ദിയിൽ വായിക്കാനായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഹിന്ദി വായിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഒത്തിരി വിഷമം പോലെ എനിക്ക് തോന്നി. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഹിന്ദി വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വായിക്കാനായിട്ട് നല്ല ഒരു ശക്തിയും ബലവും കിട്ടി. അതുപോലെ തന്നെ ഈശോ വന്ന് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകമായിട്ട് എനിക്ക് ആ സമയത്ത് ഞാൻ ഹിന്ദിയിൽ വായിച്ചത് അപ്പോസ്തല പ്രവർത്തനങ്ങളായിരുന്നു വായിച്ചത്. കൊർന്നേലിയസിൻ്റെ ഭാഗം വായിച്ച് പത്രോസ് അവരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് വായിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഫീലിംഗ് ഉണ്ടായി. ഞാൻ ഒരുപാട് ആത്മാവിൽ നിറഞ്ഞ പോലെ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. എൻ്റെ ശരീരത്തിൽ എനിക്ക് പറഞ്ഞറിയിക്കാത്ത വിധത്തിലുള്ള സന്തോഷം, ആനന്ദം എനിക്ക് ഉള്ളിലുണ്ടായി. പിന്നെ എനിക്ക് നല്ല ധൈര്യമായിട്ട് ഞാൻ വായിച്ചു. ഞാൻ പിന്നെ അവരോട് കൂടെ തന്നെയായിരുന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടിരുന്ന ആൾക്കാരുടെ കൂടെയും ആ വസ്തു ഞാൻ ജീവിച്ച പോലെ എനിക്ക് തോന്നി. അതുപോലെ നല്ലതായി. പിന്നെ എനിക്ക് നല്ല ഭയങ്കരമായി ഇഷ്ടമായി വായിക്കാനായിട്ട്. ഈശോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതിൽ. പിന്നെ എനിക്ക് രണ്ടാമതും വായിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് മലയാളത്തിൽ ഓൺലൈൻ വായിക്കാനായിട്ട് കിട്ടി. അതിൽ എനിക്ക് പുതിയ നിയമം വായിക്കാനുള്ള ഭാഗ്യം കിട്ടി. അനുഗ്രഹം കർത്താവ് തന്നു എനിക്ക്. അതിൽ ഈശോയുടെ സ്നാനമാണ് എനിക്ക് വായിച്ച സമയത്ത് അതിൽ ഈശോയുടെ ഇപ്പോൾ കർത്താവ് സ്നാനസ്ഥാനം കഴിഞ്ഞ ഉടനെ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇത് വായിച്ചോട് കൂട്ടിയിട്ട് പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷം, പറയാൻ പറ്റില്ല അതുപോലത്തെ സന്തോഷം, സമാധാനം എല്ലാം ഞാൻ ഉള്ളിൽ നിറഞ്ഞ് ഞാൻ ആനന്ദമായി. എനിക്ക് വായിക്കാൻ കിട്ടിയ കർത്താവ് ഞാൻ ഒരുപാട് സ്തുതിച്ചു. പിന്നെ ആ സമയത്ത് എനിക്ക് ആ സമയം തൊട്ട് എനിക്ക് എപ്പോൾ നോക്കിയാലും എൻ്റെ മനസ്സിൽ ആദ്യം ഞാൻ എപ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കും ആയിരുന്നു. ഇതിൻ്റെ ശേഷം എനിക്ക് ഏത് സമയത്തും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് എപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. കർത്താവ് പരിശുദ്ധാത്മാവേ വരണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണങ്ങൾ, ആ പാട്ട് എപ്പോഴും ഇങ്ങനെ വന്ന് മുഴുകിക്കൊണ്ടിരിക്കും. ആത്മാവാം ദൈവമേ വരണേ, ആ പാട്ട് അതെപ്പോഴും ഇങ്ങനെ സദാസമയം അതിൽ ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ അത് നല്ലൊരു ദൈവാനുഭവം, നല്ലൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ഈ വായനയിൽ കൂടെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഈശോ പല പ്രതിസന്ധികളിൽ നിന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ദൈവം ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈ വചനം അനുഗ്രഹം കിട്ടിയതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് ഈശോയുടെ മുമ്പിൽ. എല്ലാ മഹത്വം ഈശോയ്ക്കായിരിക്കട്ടെ. ആമേൻ.